നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLൻ്റെ ഇത്തവണത്തെ സംപ്രേഷണം ഫാൻഗോഡാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത്. ബിഡ് വെച്ച് അവർ ആ ഫാൻഗോഡ് ഇത്തവണത്തെ സംപ്രേഷണ അവകാശം നേടി. അപ്പോൾ പല സുഹൃത്തുക്കളുടെയും കമൻറ്റുകൾ ഇപ്പോൾ കുറച്ച് മുമ്പ് കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. മലയാളം ലൈവാണ് ഞങ്ങൾക്കൊക്കെ വേണ്ടത്, അതിനെപ്പറ്റിയൊരു വീഡിയോ ഇടുമോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ വിശദമായി ചെയ്യാനുണ്ട്. ഏതായാലും ഇപ്പോൾ ഫാൻഗോഡ് കളി എങ്ങനെ കാണാം, ലൈവ് സ്ട്രീം കാണാം, അതിനൊരു തുക നിശ്ചയിച്ച് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കളി കാണാൻ 299 രൂപയാണ് സീസൺ പാസ്. സീസണിലെ മുഴുവൻ കളിയും കാണാൻ വേണ്ടി നമ്മൾ ആകെ മുടക്കേണ്ട തുക 299 രൂപയാണ്. അപ്പോൾ ഫാൻഗോഡിലൂടെ നമുക്ക് കളി ലൈവായിട്ട് കാണാൻ പറ്റും. ഇനി അതല്ല, സീസൺ മുഴുവൻ സീസൺ പാസ് എടുക്കേണ്ട എങ്കിൽ മാച്ച് പാസ് കിട്ടും. മാച്ച് പാസ് ഒരു കളിക്ക് 9 രൂപയാണ്. വളരെ ചെറിയ തുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഫാൻഗോഡിലൂടെ നമ്മൾ പല കളികളും കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതുപോലെ സീസൺ പാസും മാച്ച് പാസും ഒക്കെ ലഭ്യമാവാറുണ്ട്. അതേപോലെ തന്നെ മാച്ച് പാസ് സീസൺ പാസ് 299 രൂപ, മാച്ച് പാസ് പെർ മാച്ച് 9 രൂപയായിരിക്കുമെന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റേത് 299 രൂപയാണെന്ന് ഒഫീഷ്യലി തന്നെ അവരുടെ ഫാൻഗോഡിൻ്റെ ആപ്പിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 299 രൂപക്ക് നമുക്ക് മത്സരം കാണാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇനി ടി വിയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ TV പാർട്ട്ണറെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ്. അതായത് ഫാൻഗോഡിന് വേണമെങ്കിൽ TV ചാനലുകളുമായിട്ട് ഇത് സഹകരിച്ച് TVയിലൂടെ കളി കാണിക്കാവുന്നതാണ്. അതിന് ചർച്ചകൾ നടക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. സോണിയൊക്കെ അതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഫൈനൽ റിസൾട്ട് ഇനിയും വരേണ്ടതുണ്ട്. അതാണ് TV പാർട്ട്ണർ ഇൻ ഇന്ത്യ ദാറ്റ് ടോക്സ് ആർ ഓൺ ഗോയിങ്. അതേസമയം ഇൻ്റർനാഷണൽ റൈറ്റ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ചർച്ചയിലാണ് നിൽക്കുന്നത്. ഇതാണിപ്പോൾ ലൈവ് സ്ട്രീമിങ്ങുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.